എന്താ കുട്ടിയത്? ഒന്ന് നോക്കി പൊയ്ക്കൂടെ? ആ ശരി പോ. ഹലോ, കോഴീനെ കയ്യിലാക്കി ഫുഡ് സ്ട്രീറ്റില്ലേ, അങ്ങോട്ടേക്ക് വാ. ഓടുകയാണോ? ഇപ്പൊ ഓട് നോക്കട്ടെ. തരത്തന്നെ ഇങ്ങോട്ടൊന്ന്, ഇങ്ങോട്ട് വാ. എന്താ പ്രശ്നം? എടീ കേട്ടോ, ഞങ്ങൾ 6 പേരേ ഉള്ളൂ. എക്സ്ട്രാ ഒന്നും തരില്ല, കാശ് ശരിക്ക് തന്നേക്കും. നിനക്ക് എന്ത് വേണമെങ്കിലും കൊടുച്ചോ. ഇവനാരാടി? നിന്റെ ബ്രോക്കറാണോ? ആ, അവളുടെ റേറ്റ് എന്താന്ന് പറയടാ. ഇത് പിടിക്ക്. എടി ഇതുകൊണ്ട് പിടിക്കാനാ പറഞ്ഞത്. പിടിക്ക്. ഈ സമയത്ത് ഇങ്ങനെ ഇറങ്ങിയോണ്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. നിന്റെ നാട് എവിടെയാ? എന്താ പേര്? എന്റെ പേര് ഉഷാന്ന. നാട് തലശ്ശേരിക്കടുത്തുള്ള ഒരു കൊച്ചു ഗ്രാമമാണ്. എന്റെ അമ്മയുടെ സ്വന്തം അനിയൻ നീലകണ്ഠൻ അങ്ങയുടെ ക്ലോസ് ഫ്രണ്ട് ചന്ദ്രനും ചേർന്ന് എനിക്കൊരു ജോലി വാങ്ങിച്ചു തരാന്ന് പറഞ്ഞ എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നത്. അതിനുശേഷം ആണുങ്ങളുള്ള സ്ഥലം നോക്കി എന്നെ കൂട്ടിക്കൊണ്ടുവന്ന് വിട്ടു. അവിടെയാണെങ്കിലോ രാത്രി സമയത്തായിരിക്കും ഒരുപാട് ആളുകൾ വരുന്നത്. വയറ് നിറച്ച ഭക്ഷണം കഴിക്കും, ഇരുന്ന് വെള്ളമൊക്കെ അടിക്കും. അതിനുശേഷം എന്നോട് മോശമായിട്ട് പെരുമാറും. ഒരിക്കലും പെണ്ണായിട്ട് ജനിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് ധൈര്യമായിട്ടിരുന്ന് ഒരു തീരുമാനമൊക്കെ എടുത്ത് ആ സ്ഥലം ഉപേക്ഷിച്ച് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. മര്യാദയ്ക്ക് ഒരിടത്ത് നിന്ന് പറ. നീ എന്താ ഡ്രാമ കളിക്കണം? എന്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ നിങ്ങളെ പോലവർക്ക് തമാശയായിട്ടാണല്ലോ തോന്നുന്നത്. നീ കുടിച്ചിട്ടുണ്ടോ? അത് പിന്നെ റൗഡികളൊക്കെ വഴക്കുണ്ടാക്കുന്ന സമയത്ത് എന്റെ മേത്ത് ഒഴിച്ചിട്ട് പോയതാണ്. നിന്റെ ആട്ടം കണ്ടപ്പോഴേ തോന്നി നീ രണ്ടെണ്ണം അടിച്ചിട്ടാ വന്നിരിക്കുന്നതല്ലേ. പാവങ്ങളെ നിങ്ങള് ഇത്രക്ക് തരം താഴ്ത്തിയാണല്ലേ കാണുന്നത്. ഓ അങ്ങനെയൊന്നും അല്ല, നിന്റെ ആട്ടം കണ്ടപ്പോ എനിക്ക് തോന്നി, അതുകൊണ്ടാ ചോദിച്ചേ. നീ ബാക്കി പറ. ചോദിക്ക. അയ്യോ പറയേ. എന്റെ പേര് ഉഷാന്ന. ഞാൻ വരുന്നത് തലശ്ശേരിക്ക് അടുത്തുള്ള. അതൊക്കെ ഞാൻ കേട്ടതാ. നീ ബാക്കി പറയേ. പിന്നെന്താ നടന്നേ? അതിനുശേഷം എന്താന്ന് വെച്ചാ എനിക്കിപ്പോ നല്ലോണം വിശക്കുന്നുണ്ട്. ഈ സമയത്ത് അനാവശ്യ ചോദ്യങ്ങളൊന്നും ചോദിക്കല്ലേ. ഇനി നീ ബാക്കിയൊന്നും പറയാൻ നിൽക്കണ്ട. തൽക്കാലം എന്തെങ്കിലും കഴിക്കാം. എന്നെ എന്റെ നാട്ടിലേക്ക് എന്നെ പറഞ്ഞു വിട്ടേക്കോ സർ. എനിക്ക് ഈ സ്ഥലത്ത് നിൽക്കണ്ട. ഓ സമ്മതിച്ചു. അവിടേക്ക് ബസ് ഉണ്ട്, ട്രെയിൻ ഉണ്ട്, ഏതിലെങ്കിലും ഞാൻ കയറ്റി വിടാം. നീ ഒന്നും പേടിക്കണ്ട. വാ ആദ്യം എന്തെങ്കിലും കഴിക്കാൻ നോക്കെ. കഴിച്ചിട്ട് നിന്നെ കയറ്റി വിടാം. നിന്റെ നാടോടെ? കോഴിക്കോടാ? അല്ല അല്ല, തലശ്ശേരിയുടെ അടുത്തുള്ള ഒരു കൊച്ചു ഗ്രാമത്താണ്. എടാ ബഹളം വെക്കാതെ. നീ നീ ചുമ്മാ നിൽക്കുന്നേ. ഇതെടുത്ത് കൊടുക്ക്. പെട്ടെന്ന് അങ്ങോട്ട് കൊടുക്ക്. ഇന്നാ ഇതമ്മേ, ഇതമ്മയ്ക്ക്. അവിടെ ഇരിക്കേ, ഇരുന്ന് കഴിക്കമ്മേ. നീ ഇവിടെ ഇരിക്കേ. സിറ്റ് ഡൗൺ. കൊള്ളാവോ? കഴിക്കേ. മോനെ, എന്റെ കുഞ്ഞിന് സുഖമില്ലാണ്ടിരുന്നപ്പോൾ മരുന്ന് വാങ്ങിക്കാൻ കാശ് തന്നില്ലായിരുന്നു. ഇപ്പൊ എന്റെ കൈ കാശുണ്ട്. ദാ പിടിച്ചോ. ഇതേ നോക്കമ്മേ, ഞാൻ അമ്മയ്ക്ക് കാശ് തന്നത് എനിക്കത് തിരിച്ചു തരാൻ വേണ്ടിയിട്ടല്ല.
വേറെ ആരെങ്കിലും സഹായം ചോദിച്ചിട്ട് അമ്മയുടെ അടുത്ത് വന്നാൽ ഇതമ്മ അവർക്ക് കൊടുത്തേക്ക്. അവർ കാശ് തിരിച്ചു തരാൻ വേണ്ടി വരികയാണെങ്കിൽ ഇതമ്മ അവരോടങ്ങ് പറഞ്ഞേക്ക്. അമ്മയ്ക്ക് മനസ്സിലായോ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഇതമ്മയുടെ കയ്യിലിരിക്കട്ടെ. ഇതാ കഴിക്കേ. ചേട്ടാ, കഴിച്ചിട്ട് 2 ദിവസമായി. നിങ്ങൾക്ക് നല്ലതേ വരൂ ചേട്ടാ. അല്ല, എന്താ ഇത്? നിന്റെ ട്രെയിൻ പോയി, ബസ് പോയി, ഇപ്പോൾ ഇതാ ഭക്ഷണവും പോയി. നിനക്ക് വേറെ ഒന്ന് ഞാൻ അറേഞ്ച് ചെയ്യാം. വാ, എഴുന്നേക്ക്. നിങ്ങളെ ഇവിടെയുള്ള എല്ലാവർക്കും എന്നും ഭക്ഷണം കൊടുക്കുന്നുണ്ടോ? എനിക്ക് ബിരിയാണിയുടെ ബിസിനസ് അല്ലേ, അത് മിച്ചം വരുമ്പോഴേക്ക് ഞാൻ അതെടുത്ത് ഇവർക്ക് കൊണ്ട് കൊടുക്കും. അതായത് പിടിക്കേ. ഞാൻ വിചാരിച്ചു നിങ്ങൾ ദിവസം കൊടുക്കാറുണ്ടെന്നാ. ഇപ്പോ നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? നീ കേറ്, ഞാൻ നിന്നെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നേ. അവിടുന്ന് വയറ് നിറച്ച് കഴിക്കാം. ഇന്നേക്ക് ഞാൻ ലേറ്റാ വന്നു, ഇല്ലെങ്കിൽ 2 പേർക്ക് കൂടുതൽ കഴിച്ചിട്ടുണ്ടാവും. കുടിച്ചു, പക്ഷെ വാള് വെക്കരുത്. നിങ്ങള് വെള്ളം അടിക്കാറില്ലേ? അയ്യോ, എനിക്ക് ആ ശീലം പണ്ടേ ഇല്ല. വേണമെങ്കിൽ നീ ഒരു പെഗ് അടിക്കുന്നോ? അയ്യോ, എനിക്കതിന്റെ മണം തന്നെ തീരെ ഇഷ്ടമല്ല. നീയും ഇവളും തമ്മിൽ എന്ത് മാച്ചാടാ ഉള്ളത്? എന്തർത്ഥത്തിലാ നീ ചേച്ചിന്ന് വിളിച്ചത്? നീ എന്താ ഇവളുടെ അനിയനാണോ? ചേച്ചിയെ കണ്ടതും ചേച്ചിന്ന് വിളിക്കാൻ തോന്നി, അതാ ചേച്ചിന്ന് വിളിച്ചേ. അതിനെന്നാ ചേച്ചി, നിങ്ങൾ ചേച്ചി. നീഗ്രോ വന്നിരിക്കുന്നു. ഹലോ, മോളിലിരിക്കുന്ന കഴിച്ചിട്ട് ഇത് പ്ലേറ്റ് ആണെന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞേക്കല്ലേ. ഇത് കഥക് റൊട്ടിയാണ്. ഇതും കൂടി ചേർത്താണ് കഴിക്കേണ്ടത്. ശരിയാണ് പറഞ്ഞത്. അത് ശരി, ഇത് പ്ലേറ്റ് ആണെന്ന് ഞാൻ വിചാരിച്ചു. ഇവിടെ 2 പ്ലേറ്റ് എടുത്തുണ്ടോ? നമ്മൾ ഇതുപോലെ ആകാശം നോക്കിക്കൊണ്ടിരുന്ന് ഭക്ഷണം കഴിക്കുന്നതേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ ആകാശം നോക്കിക്കൊണ്ട് ഭക്ഷണം വായിലോട്ട് കൊണ്ടുപോകുന്നതൊക്കെ ഞാൻ സമ്മതിച്ചു. അത് മൂക്കിലോട്ട് അങ്ങനെ കയറിയാൽ അതിലും നല്ല രസമായിരിക്കും. കഴിക്കേ. തമാശ പറഞ്ഞതാണല്ലേ? നിങ്ങളെ ആളത്ര ശരിയല്ല. ഒരു നല്ല അച്ഛനെ ഇങ്ങനെ വെള്ളം ഒടിക്കാൻ സമ്മതിക്കുന്ന എന്തിനാ? എന്റെ അച്ഛനോടല്ലോ, മറ്റുള്ളവർ നന്നാവാൻ വേണ്ടിയിട്ട് സ്വന്തം ജീവിതം ത്യജിച്ച ആളാണ്. അതുകൊണ്ടാണ് ഈ പ്രായത്തിൽ അദ്ദേഹത്തിന് എന്താണ് ഇഷ്ടമെന്ന് മനസ്സിലാക്കി അത് ഞാൻ വാങ്ങിക്കൊടുക്കുന്നേ. അദ്ദേഹത്തിന് കുടിക്കണം തോന്നുകയാണെങ്കിൽ കുടിക്കട്ടെ, എൻജോയ്. അല്ല, നമ്മളെന്തിനാണ് ഈ പ്രേതമൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്? പെട്ടെന്ന് കഴിച്ചിട്ട് പോയി കിടക്കാൻ നോക്ക്. എവിടെയോ? നമ്മുടെ നാടിന്റെ ക്ലൈമറ്റ് അനുസരിച്ച് ഈ ടെറസിൽ കിടന്നാലേ നല്ല ഉറക്കം കിട്ടൂ. നീ ആ കാണുന്ന ബെഡിൽ കിടന്നു, ഞാൻ താഴെ കിടന്നോളാം. വാ. ഒരു ദിവസം ഇടിച്ചിട്ടുണ്ട്. എന്റെ അച്ഛൻ ഒരു പ്രാവശ്യം ഒന്ന് ഓഫായി പോയതാ. എന്ത്? ഹാർട്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ദിവസം യോഗ ചെയ്യുന്നത്. നീയും ദിവസം യോഗ ചെയ്യേ. അതിന് എനിക്കെന്ത് പ്രശ്നമുള്ളത്? അതെ, നമ്മൾ യോഗ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ ബോഡി സ്പെയർ പാർട്സ് എല്ലാം സർവീസ് ചെയ്തതുപോലായി മാറും. അത് മാത്രമല്ല, നിന്റെ ബ്രെയിൻ ഉണ്ടല്ലോ, അത് വാട്ടർ വാഷ് ചെയ്തപോലെ ആകും. പ്രാന്ത് പിടിച്ചതുപോലെയുള്ള നിന്റെ പെരുമാറ്റം അങ്ങ് മാറും. അപ്പൊ എന്നെ കണ്ടിട്ട് ഒരു പ്രാന്തിയെ പോലെയാണ് നിങ്ങൾക്ക് തോന്നുന്നത്? അയ്യോ അല്ല, യോഗ ചെയ്താൽ നല്ലതാണെന്ന് പറയായിരുന്നു. ശരി, എന്നെ നിങ്ങൾ എന്റെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി വിട്ടേക്ക്. അവിടെ എന്റെ നാട്ടുകാരനെ ദിനകരൻ എന്ന് പറഞ്ഞ ഒരാള് ജോലി ചെയ്യുന്നുണ്ട്. പറ്റുമെങ്കിൽ അദ്ദേഹത്തെ ചെന്ന് കണ്ടിട്ട് ഞാൻ നാട്ടിലേക്ക് പോയിക്കോളാം. അല്ലെങ്കിൽ ഇവിടെ തന്നെ എന്തെങ്കിലും ജോലി നോക്കാം. ആകെയുള്ളത് ഒരു ജീവിതമാണ്. ഇതുവരെ നടന്നതിനെ പറ്റി ഓർമ്മയില്ല, നടക്കാൻ പോകുന്നതിനെ പറ്റി അറിയേയില്ല. നമ്മൾ എവിടെയാണ് ജീവിക്കാൻ പോകുന്നത്, എന്താണ് കഴിക്കാൻ പോകുന്നത്, എല്ലാം എഴുതി വെച്ചിരിക്കുക. വിധി നമ്മുടെ അടുത്ത് ഒന്നുമില്ല. ഞാനിപ്പോ എന്ത് പറഞ്ഞു വെച്ചാൽ നിങ്ങൾ എന്നെ ചീത്ത പറയുന്നത്? ചീത്ത പറഞ്ഞതല്ല, അനുഭവം, പഴഞ്ചൊല്ല്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് നിന്റെ ബ്രെയിൻ ഒന്ന് വാട്ടർ വാഷ് ചെയ്യാനായിട്ട്. ഞാനെന്തോ പറയുന്നു, നീ എന്തോ മനസ്സിലാക്കുന്നു. ശരി, ചായ കുടിക്കേ. നിനക്ക് പോകേണ്ടത് ഞാൻ കൊണ്ടുവിടാം. അയ്യോ, ഈ കഥ നിങ്ങൾ മുന്നിൽ കേൾക്കാൻ തുടങ്ങിയതാ. ഒന്ന് നിർത്ത്.
ഇതാണ് നീ പറഞ്ഞ അഡ്രസ്. താങ്ക് യു. ഞാൻ പോയിട്ട് വരെ. ഒരു മിനിറ്റ് ഇങ്ങനെ. എന്താ നിന്റെ ഫ്രണ്ട് ദിനകരൻ മൊബൈലിൽ കളിച്ചോണ്ടിരിക്കുന്നത്? ദിനകരനോ? ആ, ഇത് വെച്ചു. എനിക്ക് പണമൊന്നും വേണ്ട. അതൊന്നും സാരമില്ല, നീ സേഫായിട്ട് നാട്ടിലെത്താൻ നോക്ക്. സൂക്ഷിച്ചു പോണേ. അപ്പൊ ശരി. നീ എങ്ങോട്ടാ പോയിരുന്നത്? അതൊരു വലിയ കഥയാ. ഹായ്. നീ എവിടെയാ പോയത്? അത് പിന്നെ oh my phone, thanks. എന്താ? എന്റെ പേര് ഉഷ എന്നാ. എന്റെ നാട് തലശ്ശേരിക്ക് അടുത്തുള്ള ഒരു കൊച്ചു ഗ്രാമോ. എന്റെ അമ്മയുടെ അനിയൻ നീലകണ്ഠനും അദ്ദേഹത്തിന്റെ ചേട്ടനും. ഇതാ വാങ്ങിക്കോ, ഇതാ കഴിച്ചോ. നീ ചോറ് കണ്ടിട്ടേ ഇല്ലേ? പതുക്കെ കഴിക്കേ. തൊണ്ടയിൽ അങ്ങനെ കുടുങ്ങി ചത്തുപോയാലേ ലോക്കപ്പിൽ നിന്ന് മരിച്ചോന്ന് ഞങ്ങൾക്കാ പ്രശ്നം. എന്താ ഒരു അതിശയം, ഒരു രാത്രി കൊണ്ട് നീ ഇത്ര അധികം പെർഫോമൻസ് തന്നോണ്ടിരിക്കുന്നത്? സത്യമായിട്ട് പറ, നിന്നെ ആരാ ഇതൊക്കെ പഠിപ്പിച്ചേ? സത്യം പറഞ്ഞോളൂ. അതെ, എല്ലാരും നിന്നെ കുറിച്ചാ സംസാരിച്ചോണ്ടിരിക്കുന്നേ. എടി, നീ രാത്രി ചെന്ന് മോഹൻലാലിനെ കണ്ട് അഭിനയം പഠിച്ചോ? പവർ സ്റ്റാറെ കണ്ടത്. ഓഹോ, ഇന്ന് രാത്രി തന്നെ ബാംഗ്ലൂരിലേക്ക് പോണം. ചാൻസ്. ഒരു 3 ദിവസം കൂടി ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾ വേണമെങ്കിൽ പോയിക്കോ. ഇവിടെ തന്നെയോ? എനിക്ക് ഈ കോസ്റ്റ്യൂം വേണം. ഇത് ഞാനിങ്ങ് എടുക്കുക. ഓക്കെ മാഡം. നിനക്ക് ഞാൻ എന്ത് കുറവാടാ വെച്ച ഈ മാതിരി ജോലിയൊക്കെ ചെയ്തു കൂട്ടാൻ? സാറേ വേണ്ട സാറേ, വേണ്ട. നിന്നെ ആരാ തല്ലിയത്? എന്റെ അമ്മാമനല്ലേ? അതിനെത്രയും വിഷമിക്കണോ കൃഷ്ണ? ചെറുപ്പത്തിൽ ആരെങ്കിലും നമ്മുടെ തലക്കടിച്ചാൽ പോലും നമ്മളത് കാര്യമായിട്ട് എടുക്കാറില്ല. വളർന്നു കഴിയുമ്പോൾ ആരെങ്കിലും തൊട്ടാൽ പോലും പിന്നെ തീർന്ന് നമ്മുടെ ഉള്ളിൽ ആണുണരും. സുബു സർ, ഞാൻ അടുത്തുപിടുത്ത സ്വർണ്ണമാണ് വിറ്റത്. അത് വിറ്റതെന്നല്ല പറയാ, മോഷണം എന്നാ പറയാ. അമ്മാവൻ ചെലവിന് പണം തരുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാ നിങ്ങൾക്ക് കാശ്? ബിസിനസ് ചെയ്യാൻ. കൃഷ്ണ, ഇപ്പോൾ പണം സമ്പാദിക്കുന്നത് വളരെ ഈസിയാണ്. അതും നിന്നെപ്പോലെ ബാക്ക്ഗ്രൗണ്ട് നാട്ടിൽ നല്ല പേരുള്ളവർക്ക് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് കോടികളുടെ ഡീല് നടത്താൻ പറ്റും. എൻ്റെ അടുത്തൊരു കെമിക്കൽ ഫാക്ടറി പ്രപ്പോസലുണ്ട്. മണ്ണിന് വളമിടുന്നതിന് പകരം വിഷമിടാൻ പ്ലാൻ ചെയ്യാണോ? നിങ്ങോട്ട് നോക്കിക്കേ, നമ്മുടെ നാട്ടിൽ ഒരു ഫാക്ടറിയും വേണ്ട. അത് വരാൻ ഞാൻ അനുവദിക്കുകയുമില്ല. ഇപ്പൊ മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? ഞങ്ങളുടെ പങ്ക് ഞങ്ങൾക്ക് തന്നാലേ ഞങ്ങളുടെ ബിസിനസ് ഞങ്ങൾ നോക്കിക്കോളാം. പങ്കോ? എന്തിന്റെ പങ്കാ മോനെ? കൈക്കും കാലിനും ചെലവ് ചെയ്ത് എഴുതി വെക്കാൻ പറ്റുമോ? ഈ വലിയ വീട്ടിലെ സ്വത്തൊക്കെ നിനക്കുള്ളതല്ലേ? അങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല മോനെ. ഇതൊക്കെ അമ്മാവാ, കെമിക്കൽ ഫാക്ടറിയിൽ എത്ര കാശുണ്ടാക്കാന്ന് അറിയാമോ? ഇതൊരു കാര്യം ഞാൻ പറയാം, കർഷകർക്ക് നല്ലത് ചെയ്തില്ലേലും സാരമില്ല, ദ്രോഹം ചെയ്യാൻ പാടില്ല. നല്ല കുടുംബത്തിൽ ജനിച്ചവനല്ലേ, നല്ലത് ചിന്തിക്കാൻ നോക്ക്. രാജു, ഇന്ന് നിന്റെ മാമൻ നാട്ടിൽ നിന്ന് വരാന്ന് പറഞ്ഞതല്ലേ? സ്റ്റേഷനിലേക്ക് കാർ അയച്ചില്ലേ? എടാ നാഗരാജ്, നീ കാറും കൊണ്ട് സ്റ്റേഷനിലേക്ക് ചെല്ലേ. ശരി ചേച്ചി. ലക്ഷ്മി, കൃഷ്ണൻ എഴുന്നേറ്റ് കുളിച്ച മോളെ? അയ്യോ, ഞാൻ എഴുന്നേറ്റിട്ട് ഇനിയും കുളിച്ചിട്ടില്ല. ഞാനേ ആദ്യം പോയി കുളിച്ചിട്ട് വരാം. രാജുവിന് വേറെന്തെങ്കിലും വീക്ക്നെസ് ഉണ്ടോ? ചേട്ടാ, സരോജ ലൈനിലുണ്ട്. എന്തുവാടാ? മസാജ് ചെയ്തു തരാന്ന്. സരോജ. സാറേ നമസ്കാരമുണ്ട്. നമസ്കാരം. എടുക്കടാ ഇത്. ഇതിൽ ഈ പിന്നു കുത്തം നിന്നോട് ആരാ പറഞ്ഞേ? പോയി വാങ്ങി. നിങ്ങൾ സൂര്യനെ ശ്രദ്ധിച്ചോ? എനിക്കിത് ഇഷ്ടമല്ല, നിനക്കറിയില്ലേ? ഏയ് റൗഡി, ഇവിടെ വാടാ. ഇതെന്തിനാടാ കാണിച്ചേ? എന്താ കാര്യം? എന്താടാ
ചേട്ടൻ എന്നെ നോക്കി റൗഡി എന്ന് വിളിച്ചത് കേട്ടില്ലേ? നീയല്ലേ ചേട്ടൻ പറഞ്ഞു കൊടുക്കേണ്ടത്? ഇവനെന്തിനാടാ അടിച്ചേ? അത് കാര്യം വേറൊന്നുമല്ല ചേട്ടാ. ഇവൻ വെള്ളം അടിച്ചിട്ട് നെഞ്ചു വരെ ലുങ്കി എടുത്തിട്ട് അഹങ്കാരം കാണിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ കുറെ നേരം ശ്രമിച്ചു നോക്കി, അതിനുശേഷം ഓപ്പറേഷൻ നടത്തി. എന്താ നീ ഡോക്ടർ എന്നാണ് നിന്റെ വിചാരം? അല്ല ചേട്ടാ, എന്റെ അച്ഛനാണ് എപ്പോഴും ഡോക്ടറെ വിളിച്ചോണ്ടിരിക്കുന്നത്. എന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല. വിളിക്കുകയാണെങ്കിൽ പൊയ്ക്കോളാം. എൻ്റെ പയ്യന്മാരെല്ലാം ഇടയ്ക്കിടയ്ക്ക് നിന്നെ പറ്റി കംപ്ലൈൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവനെ എന്താണ് ഒന്നും ചെയ്യാത്തതെന്ന് എന്നോട് ചോദിക്കുന്നു. എന്നെ പോലൊരു നല്ല പയ്യനെ എവിടെ അന്വേഷിച്ചാലും കിട്ടില്ലെന്ന് പറഞ്ഞു കൊടുക്കേട്ടാ. ഇവൻ വന്ന് എന്താ പറഞ്ഞേ? നിന്റെ തല എടുക്കണമെന്ന് പറയുന്നവർ. അതിനു മുമ്പായിട്ട് ഇലയിടാൻ പറയേട്ടാ. എന്താ ബാബേ, നമുക്ക് ചോക്ലേറ്റ് വേണോ? സൂര്യ, ഇന്ന് നീ മറ്റും ഇല്ലായിരുന്നെങ്കിൽ കുടുംബത്തോടെ ഞങ്ങളെല്ലാവരും കഥ കഴിഞ്ഞു. ദൈവത്തെ പോലെ വന്ന് ഞങ്ങളെല്ലാവരും രക്ഷിച്ചു. ദൈവവും പോലീസും പ്രശ്നമെല്ലാം തീർന്നു കഴിയുമ്പോൾ മാത്രമേ അവർ വരികയുള്ളൂ. ഞാനൊരു മനുഷ്യൻ, കുറച്ച് നേരത്തെ വന്നേ ഉള്ളൂ. ഇത് ശരിയാണോ തെറ്റാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇന്ന് നീയാണ് എനിക്ക് ദൈവം. അതൊക്കെ അങ്ങ് വിടിച്ചേട്ടാ. ഇതാണ് മോള് കരയുന്നു. നിങ്ങൾ വീട്ടിൽ പോകാൻ നോക്കാം. ചെല്ലേ? ആ ചെല്ലേ. ആ എന്തൊക്കെ സംഭവിക്കുന്നു ചേച്ചി, ഫുഡ് സ്ട്രീറ്റ് എവിടെയുള്ള? നേരെ പോമോളെ, ആ കടയുടെ അടുത്തുള്ളത്. ഓക്കെ. ഒറിജിനൽ നോട്ടാണോ? പിന്നെ ഒറിജിനൽ. അപ്പൊ ഇതെല്ലാം. ഹലോ ഉഷ മാഡം, ഇതൊരു നാട്ടിലേക്ക് പോയില്ലേ? സെക്യൂരിറ്റി ദിനകരനായിട്ട് ഷോപ്പിംഗ് ആണോ? ഷോ, ഇത് ദിനകരനല്ല. അപ്പൊ പിന്നെ ഇതാരാ? കരുണാകരനാണോ? ഈ കാശ് തന്നിട്ടേ കൂടെ പോരുന്നോന്ന്. ഇട മലം കുറഞ്ഞേ, ഈ പെണ്ണ് വനിതാ പോലീസാ. സ്റ്റേഷനിൽ കൊണ്ടുപോയി നിന്നെ ചവിട്ടി കൂട്ടിക്കളയും. എന്റെ കയ്യിൽ നിന്ന് 300 രൂപ വാങ്ങിച്ചിട്ടുണ്ട്. എന്നെ ഒന്ന് രക്ഷിക്ക്. ബാക്കി എത്ര ഉണ്ട്? തിരിഞ്ഞു നോക്കാതെ പെട്ടെന്ന് സ്ഥലം. ഞാൻ പോയിട്ട് വരാം മാഡം. എന്ത് തന്നെ ആയാലും പാവപ്പെട്ടവരുടെ വീട്ടിൽ ഒരിക്കലും ഒരു പെണ്ണ് ജനിക്കരുത്. പാവപ്പെട്ട പെണ്ണെ, ഞാൻ വഴി കാണിച്ചു തരാം. ഞാനങ്ങനത്തെ പെണ്ണൊന്നുമല്ല. അയ്യോ, ഞാനും അങ്ങനത്തെ ആണല്ല. വാ, വണ്ടിയോട് കേറ്. മറ്റുള്ളവരെ സഹായിക്കുകയാണ് എന്റെ ജോലി. അപ്പൊ നിന്നെ സഹായിക്കാൻ പറ്റൂ. നിന്നെ ഞാൻ എത്ര നേരത്തെ എത്തിക്കാം. എന്താണ് മോനെ, സുഖമാണോ? എന്തി നിന്റെ അച്ഛൻ? അച്ഛൻ ബോംബെക്ക് പോയി. 3 രൂപയ്ക്ക് വാങ്ങി 6 രൂപയ്ക്ക് വിട്ടിട്ട് ബോംബെ പോയിരിക്കല്ലേ? നീ എന്താ അവിടെ നിൽക്കുന്നത്? ഇങ്ങോട്ട് വാ, ഇത് നമ്മുടെ കടയാ. പക്ഷെ ഓർഡർ ഞാനല്ല. കുറച്ച് നല്ല ഡ്രസ്സ് കാണിച്ചു. നീ അകത്തേക്ക് നോക്ക്. ഈ കടയിൽ മൊത്തം ഫീമെയിൽ ആണ്, നീ മാത്രമേ ഉള്ളൂ മെയിൽ അല്ലേ? ധൈര്യമായിട്ട് എടുത്തോ, നീ സുന്ദരിയല്ലേ, എന്തിട്ടാലും ചേരും. ഞാൻ എടുത്തുതരാം. എന്നാ ഇത് പാക്ക് ചെയ്തു. എന്താണ് മുത്തശ്ശി, സുന്ദരിയല്ലേ? കഴിഞ്ഞ ആഴ്ചയാണ് ജയിലിൽ വെച്ച് മോനെ കണ്ടത്. അമ്മയെ കാണുമ്പോ ഈ കാശ് പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു. ഞാൻ എടുക്കുകയാണേ. ഇതിന്റെ കാശ് നാളെ തരാം. സൂക്ഷിച്ചു പോണേ. ഇത് ചോളമാവ് കൊണ്ടുണ്ടാക്കിയ റൊട്ടിയാണ്. ഈ ഏരിയയിലെ സ്പെഷ്യലാ. നല്ല അടിപൊളിയായിരിക്കും. ഉടുപ്പ് വാങ്ങി തന്നു, പൂവും വാങ്ങി തന്നു. എന്നെ സിനിമയ്ക്കും കൊണ്ടുപോവോ? എന്നാ പിന്നെ കല്യാണം കഴിച്ചൊക്കെ ജീവിച്ചാലോ? അല്ല പിന്നെ എല്ലാ കാര്യത്തിലും നീ ഭയങ്കര ഫാസ്റ്റ് ആണല്ലോ. ശരി, ഇനി ഞാൻ ഇങ്ങനെ ചോദിക്കില്ല, പോരെ? കടയിലേക്ക് കൂട്ടിക്കൊണ്ടു പോയപ്പോ പട്ടുസാരി വാങ്ങി തരുന്ന വിചാരിച്ചത്. അത് നിന്റെ മുഹൂർത്തത്തിന് വാങ്ങിച്ചു തരാം. മുഹൂർത്തം എന്ന് വെച്ചാ? മുഹൂർത്തം എന്ന് വെച്ചാൽ കല്യാണ മുഹൂർത്തം. എന്റെ കല്യാണോ? ആരുടെ കൂടെ? നിന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ. നിങ്ങൾ എന്താ മാരേജ് ബ്രോക്കറാണോ? വേണമെങ്കിൽ ആകാമല്ലോ. നിനക്ക് വേണ്ടിയിട്ട് കല്യാണം, കാതുകുത്ത്, 28 കെട്ടല്, പേരിടില് എന്ത് വേണമെങ്കിലും നടത്താം. സലാമലൈക്കും സൂര്യ ഭായ്. സബ് അല്ലാഹ് का शुक्र सब करियत. आप कैसे? ठीक हो भाई? खाना हो गया? ओके भाई, लेके आता हूं. നിങ്ങൾക്ക് ശരിക്കും എത്ര ഭാഷ അറിയാം? ഞാൻ ഏതൊക്കെ നാട്ടിൽ പോകുന്നു ആ നാട്ടിലെ ഭാഷ എല്ലാം അങ്ങ് പഠിക്കും. నాది నీది ఏం లేదు అన్ని వాడదే ఆ వాడే నేను. എനിക്ക് മനസ്സിലായി. തെലുങ്കാണ്. ഒന്നു എന്തു ഏതു ഇല്ല, എല്ലാം അവനുടേത്. അന്ത അവൻ താൻ ഞാൻ.
विजय, वीना नाचवाद, खुराना। बाप का नाम दीना नाचवाद, माँ सुहासिनी चाव। अभी खाना खाओ। ജോഡിയായിരിക്കുന്ന പഴം കഴിച്ചാലേ ഇരട്ടക്കുട്ടികൾ ഉണ്ടാവുന്ന പറയാറ്. അതാരാ പറഞ്ഞത്? എന്റെ മുത്തശ്ശി പറഞ്ഞതാ. മുത്തശ്ശിയാണോ പറഞ്ഞത്? എങ്കിൽ പിന്നെ കറക്റ്റ് ആയിരിക്കും. കഴിക്കോ, ഒന്നിനെ നീ വളർത്തിക്കോ, മറ്റേ ഞാൻ വളർത്താം. ഞാൻ കുട്ടിയായിരുന്നപ്പോ വയറ്റില് ഒരു പുളിങ്കുരു പോയി. അത് അവിടെ കിടന്ന് വളർന്ന് വലിയൊരു മരമാകുന്ന എല്ലാരും പറഞ്ഞു. പക്ഷെ അത് ഇതുവരെയായിട്ടും വളർന്നിട്ടില്ലെന്നേ. അയ്യോ, ഞാൻ ചിരിക്കാൻ പറഞ്ഞല്ല, സത്യ പറഞ്ഞേ. നിന്നെ കാണാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പോകുന്നില്ല, കുഴപ്പമുണ്ടോ? അതിനെന്താ പ്രശ്നം? ആകാശത്ത് കാണാൻ ആരെങ്കിലും അനുവാദം വാങ്ങിക്കൂ? വരൂ, വന്ന് കാണൂ, എന്നിട്ട് പൊയ്ക്കോളൂ. പ്രീതി, നീ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? അയ്യേ, നിങ്ങൾ എന്തായി പറയുന്നേ? ഞാൻ എന്തിനാ വൃത്തിയായിട്ട് പണിയൊക്കെ ചെയ്യാൻ പോന്നെ? ഹേയ് നോട്ടി ഗേൾ. ഓക്കേ, ലീവ് ഇറ്റ്. നമ്മുടെ നാട്ടിലെ ഭാഷയിലെ ലവ് യു, മിസ് യു എന്നൊക്കെ എങ്ങനെ പറയുന്നത്? ലവ് യു അറിയാം, മിസ് യു എന്ന് വെച്ചാ എന്താ? ശരി, ലവ് യു മാത്രം പറ. നിങ്ങളെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. വൺ സെക്കൻഡ്, ഞാൻ റെക്കോർഡ് ചെയ്യട്ടെ. ഒരു മിനിറ്റ്. ഓക്കെ, റിപ്പീറ്റ് ചെയ്യ്. നിങ്ങളെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എനിക്ക് നിങ്ങളെ കല്യാണം കഴിക്കണം. നിങ്ങൾ എന്നെ വേണ്ടാന്ന് പറഞ്ഞാ ഞാൻ പാഷാണം കുടിച്ച് മരിക്കും. വാട്ട് ഈസ് ദിസ്? പാഷായണം? ഓക്കെ. ഈ നാട്ടിലെ ഈ സ്ഥലം കാണാത്ത ലവേഴ്സ് ആരും തന്നെ ഉണ്ടാവില്ല. പ്രണയം പറയാൻ വേണ്ടി വരാനും നമുക്ക് പിരിയാന്ന് പറയാനും രണ്ടിനും ഈ സ്ഥലത്തേക്കാണ് വരുന്നത്. നല്ല കാറ്റ്, നമ്മളാണെങ്കിൽ നല്ല മൂഡിലെ. ഏതാണ്ട് പറയാൻ വന്നില്ലായിരുന്നു, പറഞ്ഞോ? എന്താ നല്ല സ്ഥലം അത്. എന്റെ മനസ്സിലുള്ളത് ഞാൻ അങ്ങനെ തന്നെ പറയാം. നിങ്ങൾക്ക് ഇംഗ്ലീഷും സംസാരിക്കുന്ന ആളെയാണ് വേണ്ടതെങ്കിൽ അത് നേരത്തെ തന്നെ പറഞ്ഞോണം. ഞാൻ പിന്നെ ആ ഭാഗത്തോട്ട് വരില്ല. പക്ഷെ ഞാൻ എന്റെ മനസ്സിലുള്ളത് ആദ്യം പറയട്ടെ. നിങ്ങളെന്ന് വെച്ചാൽ എനിക്ക് ജീവനാണ്. ഇനി ഇങ്ങനെ സംസാരിച്ചാൽ നിന്നെ പൊക്കിരുത്തി വെള്ളത്തിലിടും. ഞാൻ ആത്മഹത്യ ചെയ്യും. വേറെ വല്ലതും പറഞ്ഞാലേ ഞാൻ പാഷാണം കുടിച്ച് മരിക്കും പറഞ്ഞേക്കാം. ഈ പാഷാണെന്ന് പറഞ്ഞാൽ എന്താ? ആർക്കറിയാം? നീ എന്ത് കുന്തുവാണെങ്കിലും എടുത്ത് കുടിക്കേ. എന്റെ മനസ്സും ശരീരവും എല്ലാം നിനക്കുള്ളതാ. എടുത്തോ. എടുത്തോല്ല, കെട്ടിക്കോ. അല്ലല്ല, കെട്ടിക്കോ. കേട്ടിക്കോ. നീ നന്നായിട്ട് നോക്കുന്നറിയാം. സന്തോഷത്തോടെ എനിക്ക് മരിക്കണം. സന്തോഷത്തോടെ മരിക്കണം. എന്തിനാണ് മരിക്കുന്നതിനെ പറ്റി സംസാരിക്കുന്നത്? പ്രേമിക്കുന്നത് ജീവിക്കാൻ വേണ്ടിട്ടാ. നീ ഭയങ്കര സ്പീഡാണല്ലോ. എല്ലാ കാര്യത്തിലും കുറച്ച് ക്ഷമയൊക്കെ വേണം. അല്ല, എനിക്ക് അറിയാമല്ലാണ്ട് ചോദിക്കുക, നമ്മുടെ കാര്യത്തിൽ പ്രണയം പറയേണ്ട ആവശ്യം എന്താ? പാവപ്പെട്ട വീട്ടിലെ ആളായതുകൊണ്ടാണോ പറയുന്നത്? പാവപ്പെട്ടവരാരും പ്രണയിക്കാൻ പാടില്ലെന്നാണോ പറയുന്നത്? അയ്യോ മതി, ഇങ്ങനെ കരയാതെ. ഈ പ്രണയത്തിന് അങ്ങനെ വേലിക്കെട്ടുകളൊന്നും ഇല്ല. ആർക്കാര് വേണമെങ്കിലും പ്രേമിക്കാം. നീയും പ്രേമിച്ചോ? നീ എന്നെ പ്രേമിക്കോ? ഇങ്ങനെയൊക്കെ പെട്ടെന്ന് ചോദിച്ചാൽ ഒന്നും നടക്കില്ല മോളെ. അതിനൊക്കെ ഒരു മിനിറ്റ്. ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ചോദിക്കാവോ? നീ ഇപ്പൊ എന്താ ചെയ്തേ? അല്ലല്ല, ഇങ്ങനെ കെട്ടിപ്പിടിക്കാവോന്നാ ചോദിച്ചത്. ഒന്നുകൂടെ ചോദിച്ചേ. ഇങ്ങനെ നിങ്ങളെ ടൈറ്റ് ആയിട്ട് കെട്ടിപ്പിടിക്കാവോ? ഇപ്പൊ തന്നെ ടൈറ്റ് ആയിട്ടല്ലേ കെട്ടിപ്പിടിച്ചിരിക്കുന്നത്? വേറെന്തെങ്കിലും ചോദിക്കേ. ഒരു ഉമ്മ തരാൻ പറ്റുമോ? അടുത്തെങ്ങും ആരുമില്ല, തന്നേക്കാം.